ബേസിക് അലർജി ടെസ്റ്റുകളെല്ലാം ചെയ്തു. ഇപ്പോഴും മൂക്കടപ്പനും ജലദോഷത്തിനും യാതൊരു കുറവുമില്ല. അപ്പോൾ ഇനി എന്ത് ചെയ്യാം? ഇപ്പോഴും അലർജിയുടേതെന്ന് തോന്നിപ്പിക്കുന്ന ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ നമുക്ക് കൂടുതൽ ഇൻവെസ്റ്റിഗേഷൻസിലേക്ക് അല്ലെങ്കിൽ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റുകളിലേക്ക് പോകേണ്ടതായിട്ട് വരും. അപ്പോൾ പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ചെസ്റ്റ് എക്സ്റേ എടുക്കുന്നതിനെ കുറിച്ച്, അല്ലേ? ബ്രീതിങ് ഡിഫിക്കൽട്ടി കൂടി അലർജിയുടെ കൂടെ ഉള്ള ആളുകളാണെങ്കിൽ ഒരു ചെസ്റ്റ് എക്സ്റേ കൂടി എടുക്കുന്നത് നല്ലതായിരിക്കുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു ടെസ്റ്റാണ് പൾമണറി ഫങ്ഷൻ ടെസ്റ്റ്, അല്ലെങ്കിൽ നിങ്ങളുടെ ശ്വാസകോശം എത്ര കാര്യക്ഷമമാണ്, അല്ലെങ്കിൽ എത്രത്തോളം അതിന് ഇൻഹെയിൽ ചെയ്യാനും അല്ലെങ്കിൽ എത്ര എയർ വോളിയം അതിൽ കണ്ടെയ്ൻ ചെയ്യാനും ഒക്കെ സാധിക്കുന്നുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു പൾമണറി ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യുന്നത്. ഇതുകൂടാതെ നമുക്ക് ചെയ്യാവുന്ന മറ്റ് ടെസ്റ്റുകളാണ് ഒരു നേസൽ എൻഡോസ്കോപ്പിക് ടെസ്റ്റ് അഥവാ ഡയഗ്നോസ്റ്റിക് നേസൽ എൻഡോസ്കോപ്പി. ഈ ടെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു അഡ്നോയിഡിൻ്റെ പ്രോബ്ലം ഉണ്ടോ, അല്ലെങ്കിൽ ഒരു പോളിപ്പിൻ്റെ പ്രശ്നമുണ്ടോ, സൈനസൈറ്റിസിൻ്റെ പ്രശ്നമുണ്ടോ ഒക്കെ നമുക്ക് ഇതുവഴി അറിയാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഒരു ഹെഡിൻ്റെ എക്സ്റേ എടുക്കാൻ സാധിക്കുമെങ്കിൽ അത് നമുക്ക് അഡിനോയിഡിൻ്റെ പ്രശ്നങ്ങൾ, കുട്ടികളിലൊക്കെ ആണെങ്കിൽ അഡിനോയിഡ് ഹൈപ്പർട്രോഫി പോലെയുള്ള പ്രശ്നങ്ങളുണ്ടോ എന്ന് നമുക്ക് അറിയാനായിട്ട് ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു ടെസ്റ്റാണ് ഹെഡിൻ്റെ ഒരു എക്സ്റേ ഇമേജ് എടുക്കുക എന്നുള്ളത്. ഹെഡ് CT എടുക്കുന്നതിലൂടെ നമുക്ക് സൈനസിലുള്ള പ്രശ്നങ്ങൾ കണ്ടെത്താനായിട്ട് കഴിയും. സൈനസൈറ്റിസിൻ്റെ പ്രശ്നമാണോ നമുക്ക് എന്നറിയാനായിട്ട് പറ്റും. സൈനസിൽ പോളിപ്പ് പോലെയുള്ള എന്തെങ്കിലും ഗ്രോത്തുകളൊക്കെ ഉണ്ടെങ്കിൽ അതും കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് ചെയ്യാവുന്ന ഒന്നാണ് നമ്മളുടെ കഫം പരിശോധിക്കുക എന്നുള്ളത്. അത് മൈക്രോസ്കോപ്പിലൂടെയുള്ള പരിശോധനയ്ക്കും അതുപോലെ കൾച്ചറിന് വേണ്ടിയിട്ട് നമുക്ക് അയക്കാം. അങ്ങനെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ആണോ നമ്മളുടെ പ്രശ്നം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇത് കൂടാതെ നമുക്ക് നിരന്തരമായിട്ട് വീക്കം ഇങ്ങനെ വരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ക്രോണിക് ഇൻഫ്ലമേഷൻ എന്തുകൊണ്ടാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസുകളുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ഓട്ടോ ഇമ്മ്യൂൺ ടെസ്റ്റ് ഉണ്ടോ എന്നുള്ളത് അറിയാനായിട്ട് അതിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള ടെസ്റ്റുകളുണ്ട്. നിങ്ങൾക്കൊരു ഡോക്ടറെ കണ്ട് അതിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് ആ ടെസ്റ്റുകളിലേക്ക് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും തീർച്ചയായിട്ടും നമുക്ക് എന്താണ് നമ്മളുടെ അവസ്ഥ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ നമുക്ക് വിട്ടുമാറാതെ ഇപ്പോഴും നിൽക്കുന്നത് എന്നുള്ളതിനെ പറ്റി തീർച്ചയായിട്ടും ഒരു ഐഡിയ കിട്ടും.